ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ സാധാരണ ഒരു ബോട്ടം തയ്ക്കില്ല, നമ്മുടെ ചുരിദാറിൻ്റെ ഒരു ബോട്ടം, അതായത് പ്ലീറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് പ്ലീറ്റ്സ് ഒക്കെ വെച്ച് നമ്മൾ തയ്ക്കുന്ന സാധാരണ ഒരു ബോട്ടം കേട്ടോ. അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ ഞാൻ പറഞ്ഞുതരാം. അത് ആദ്യം തന്നെ ഈ പടത്തിൽ പറഞ്ഞു തന്നിട്ട് ഞാനത് എൻ്റെ ഒരു അളവ് പാൻറ് എടുത്തിട്ട് അതിൽ നിന്ന് അളവ് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്, എങ്ങനെയാണ് അളവ് എടുക്കേണ്ടത്, എങ്ങനെയാണ് വരിക എന്നുള്ളതും പറഞ്ഞുതരാം. അപ്പം നമുക്ക് ഇതൊക്കെ എന്താണെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു പടത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇതുപോലെ ഞാൻ രണ്ട് പാർട്ടായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതെ, ഇതുപോലെ ഈ ഒരു പാർട്ട് ഈ ഒരു പാർട്ടായിട്ട് നമ്മളൊരു ചുരിദാറിന്റെ ബോട്ടം എടുക്കുമ്പോൾ നമുക്ക് കാണാം ഇത്രയും ഭാഗം ദേ ഇതുപോലത്തെ ഒരു ഭാഗം ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നത് കാണാം. ഈ മുകളിൽ ദേ ഇതുപോലൊരു പീസ് നമ്മൾ അതിന് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് കാണാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ഇവിടെ പട്ട എന്നാണ് പറയാം. നമ്മുടെ ഇതിന്റെ ചുരിദാറിന്റെ പട്ടയാണ് കേട്ടോ ഇത്. ഈ ഒരു പട്ട, പിന്നെ ഈ ഒരു ഭാഗം നമ്മുടെ കാലിന്റെ ഈ ഒരു ഭാഗം കേട്ടോ. അപ്പൊ നമ്മൾ ഫുൾ ലെങ്ത് എങ്ങനെ എടുക്കാന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇത് പട്ടയുടെ ഭാഗം, ഇതൊരു ബാൻഡ്, ഈ ഒരു ഭാഗം ഇത് താഴത്തേക്കുള്ള ഭാഗം. അപ്പൊ നിങ്ങൾക്കത് കുർത്തിയിൽ അല്ല സോറി പാൻറ്റിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതേ നമ്മൾ ഫുൾ ലെങ്ത് എടുക്കാന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഈ അറ്റം വരെ, അതായത് നമ്മൾ പാൻറ് എവിടെയാണോ കെട്ടണത്, നമ്മുടെ ആ കെട്ടണ ഒരു പോയിന്റില്ലേ, ആ പോയിന്റ് തൊട്ട് ഫ്ലോർ ലെങ്ത്, അതായത് നമ്മൾ താഴേക്ക് നമ്മുടെ ഫ്ലോർ ലെങ്ത് വരെ പിടിച്ചിട്ട് വേണം നമ്മളിത് അളവെടുക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നിങ്ങളിപ്പോൾ ഈ ഉപ്പുതീരി അല്ലെങ്കിൽ ആ ഭാഗത്തൊക്കെ വെച്ച് അളവ് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാൻറ് തയ്ച്ചു വരുമ്പോൾ പാൻറ് കയറിപ്പോവും. അപ്പോൾ അത് ഫ്ലോർ ലെങ്ത്തിൽ തന്നെ വെച്ചിട്ട് നിങ്ങൾ എടുക്കണം. ഫ്ലോർ ലെങ്ത്തിൽ അളവ് നോക്കിയിട്ട് എടുത്ത് നമ്മളത് മറച്ചിട്ട് ഒക്കെ തയ്ച്ചു വരുമ്പോൾ കറക്റ്റായി വന്നോളും. നമ്മളിപ്പോൾ ഈ ഒരു ഉപ്പുതീരി ഭാഗമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാൻറ് തയ്ക്കുമ്പോൾ കയറിപ്പോവും. ഇതാണ് പ്രത്യേകമായിട്ട് പറയാനുള്ള ഒരു കാര്യം. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് ദേ ഇവിടെ തൊട്ട് മുകളിലോട്ട് ദേ നമ്മുടെ എൻ്റെ കെട്ടുന്ന ഈ ഭാഗം വരെ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ലെങ്ത്. അപ്പോൾ ഞാനിവിടെ ഫുൾ ലെങ്ത് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഫുൾ ലെങ്ത് വരുന്നത് ദേ ഇതുപോലെ, എൻ്റെ ഫുൾ ലെങ്ത് വരുന്നത് 42 ഇഞ്ചാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കെട്ടുന്ന ഭാഗം തൊട്ട് ഫ്ലോറിൽ ലെങ്ത് വരെ ഞാൻ എടുത്തിരിക്കുന്നത് 42 ഇഞ്ചാണ്. മനസ്സിലായി? ഇത്രയും മനസ്സിലായല്ലോ. അതിനുശേഷം എനിക്ക് നമ്മളിപ്പോൾ ഫുൾ ലെങ്ത് ഇതിനെ നമ്മൾ രണ്ട് ഭാഗമാക്കും. ഈ ഫുൾ ലെങ്ത്തിനെ രണ്ട് ഭാഗമാക്കാൻ പോവാണ്. ആ രണ്ട് ഭാഗമാണ് കാണിക്കുന്നത്. ആ ഫുൾ ലെങ്ത്തിന്റെ രണ്ട് ഭാഗം എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ ഒരു ഭാഗം ഇത് ബാൻഡും ഒരു ഭാഗം ഇവിടെ തൊട്ട് നമ്മുടെ ബാൻഡിന് തൊട്ട് താഴെ തൊട്ട് ദേ ഇങ്ങോട്ട് ഒരു ഭാഗം ഉണ്ടാവും. അപ്പൊ രണ്ട് ഭാഗമായല്ലോ, മനസ്സിലായല്ലോ. അപ്പൊ അത് എങ്ങനെയാണെന്നും കൂടി പറഞ്ഞുതരാം. നമ്മൾ ചുരിദാറിന്റെ ബാൻഡ് എടുക്കുമ്പോൾ നമ്മൾ ബാൻഡിന് മാക്സിമം നമുക്കൊരു നോർമലായ ഒരാൾക്ക് 6 ഇഞ്ച് മതി കേട്ടോ. ദേ ഈ ഒരു ബാൻഡ് നമുക്ക് ഈ ഒരു പീസ് നമ്മൾ ഉണ്ടാവല്ലോ, അത് ഞാൻ നമ്മൾ ആ ചുരിദാർ പാൻറ്റിൽ തന്നെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു 6 ഇഞ്ച് നമുക്ക് വേണ്ടു. ഇവിടെ കണ്ട 6 ഇഞ്ച് വേണ്ടു നോർമലായിട്ട് ഒരാൾക്ക് കേട്ടോ. അപ്പൊ അതിൻ്റെ കൂടെ സീം കൊടുക്കണം. അത് 2 ഇഞ്ച് സീം നമുക്കിവിടെ കൊടുക്കണം കേട്ടോ. ഈ 6ന്റെ കൂടെ 2 ഇഞ്ച്. അപ്പൊ നോർമലായ ഹൈറ്റ് ഉള്ള ഒരു ലേഡിക്ക് വേണ്ടത് ഒരു 6 ഇഞ്ചാണ് വേണ്ടത് കേട്ടോ, ഒരു 6 ഇഞ്ച്. അപ്പോൾ അതൊരു സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ആണ്. ഇപ്പോൾ ചില ഇതിന് വണ്ണം കൂടുന്നതിനനുസരിച്ച് ചിലപ്പോൾ ഒരു 7 ഇഞ്ച് അങ്ങനെ ആക്കേണ്ട വരും. പക്ഷെ നോർമലായിട്ട് ഒരു 6 ഇഞ്ച് മിക്കവാറും എല്ലാവർക്കും അത് തന്നെ മതിയാവും കേട്ടോ. ചില സൈസ് വലുതാകുമ്പോൾ മാത്രം 1 ഇഞ്ച് ഇതാക്കുക, അങ്ങനെ വ്യത്യാസം മാത്രമേ വരുള്ളൂ. അപ്പോൾ ഒരു പാർട്ട് കഴിഞ്ഞു, നമ്മുടെ ഈ ഫുൾ ലെങ്ത്തിലെ ഒരു പാർട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ 6 ഇഞ്ച് ഇവിടെ കോൺസ്റ്റന്റ് ആണ് നമുക്ക്. അപ്പം ഞാനൊരു 6 ഇഞ്ചിന്റെ ഇവിടെ അടയാളപ്പെടുത്തി 6 ഇഞ്ചിന്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തു. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഇങ്ങനെ മടക്കി ഇതുപോലെ മടക്കി ആ ചരടിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഒരു വള്ളി ഇടാൻ വേണ്ടി ഇങ്ങനെ മടക്കില്ലേ, അപ്പൊ അതിനും അതുപോലെ തന്നെ ഇവിടെ ഇതുമായിട്ട് യോജിപ്പിക്കാൻ, അതായത് ഈ ഒരു പീസായിട്ട് നമുക്ക് ഇവിടെ അറേഞ്ച് യോജിപ്പിക്കണം. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ പാർട്ട് ഈ ഒരു ഭാഗമായിട്ട് യോജിപ്പിക്കാൻ നമുക്ക് ഇവിടെ ഒരു അറേഞ്ച് വേണം. അപ്പൊ അതിനാണ് നമ്മൾ 6ന്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് എടുത്തിരിക്കുന്നത്. ഇത്രയും മനസ്സിലായല്ലോ. ഇപ്പൊ ഇതിന്റെ വീതിനെ പറ്റി നിങ്ങൾക്ക് ഈ നീളത്തിനെ പറ്റി മനസ്സിലായി. ഇത്ര ലെങ്ത് വേണം, ഇത് സ്റ്റാൻഡേർഡ് ആണ്, ഇത് മാറില്ല. ഇനി ആ ലെങ്ത്തിന്റെ ബാക്കി ഞാൻ പറഞ്ഞു, ഈ 42-ൽ 6 പോയാൽ ബാക്കി എത്രയുണ്ടെന്നുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ അതാണ് താഴേക്ക് വരണത്, ഈ ഒരു ഭാഗം. ഇപ്പൊ 42 ഇഞ്ചാണ് ഫുൾ ലെങ്ത്, അതിൽ 6 കഴിച്ചു, ബാക്കി ഇതേ കണ്ടില്ലേ, ബാക്കി 36 ഇഞ്ചാണ് എനിക്ക് ഇവിടെ വരിക കേട്ടോ. അപ്പൊ എനിക്ക് ഇവിടെ വരുന്ന അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനിതൊന്നും ഇങ്ങനെ ഇതാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാനിവിടെ പറഞ്ഞു 6 ഇഞ്ചാണ് ഈ ഒരു ഭാഗത്തെ നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. 6 ഇഞ്ചും അതിൻ്റെ ഒപ്പം 2 ഇഞ്ച് സീം നമ്മൾ എടുത്തിട്ടുണ്ട്, ഈ ഒരു ലെങ്ത്. പിന്നെ അതുപോലെ തന്നെ ബാക്കി വരുന്നത് എന്ന് പറഞ്ഞാൽ ഇതുപോലെ 36 ഇഞ്ചാണ്. 36 ഇഞ്ച് എടുത്തു. അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബാക്കി വരുന്ന ലെങ്ത് 36 ഇഞ്ച്. അപ്പോൾ ഈ 36 ഇഞ്ച് നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പൊ ഈ 36 ഇഞ്ചിൽ നമുക്ക് 36 ഇഞ്ച് മാത്രം പോരാ. കാരണം ഇതിന്റെ അടിഭാഗത്ത് നമുക്ക് പട്ട വെക്കാനും മടക്കി തയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് ഇവിടെ ജോയിൻ ചെയ്യാൻ ഒരു 1/2 ഇഞ്ച് കൊടുക്കണം.
താഴെ 1.5 ഇഞ്ച് കൊടുക്കണം. ദേ ഇവിടെ 1.5 ഇഞ്ച് കൊടുക്കണം. അതുപോലെ ഈ ഒരു ഭാഗത്ത് 1/2 ഇഞ്ച് കൊടുക്കണം. നമ്മൾ നേരത്തെ ഇവിടെ 1/2 ഇഞ്ചൊക്കെ കൊടുക്കണം, സീം അലവൻസ് കൊടുത്തല്ലോ. അതുപോലെ ഇവിടെയും കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് 36ന്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് കൂട്ടി 38 ഇഞ്ച് ലെങ്ത് നമ്മളിവിടെ അടയാളപ്പെടുത്തി ഇട്ടു. കണ്ടോ, ഈ ഒരു ഭാഗം 35 നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് അളവാണ്. ഇത് നമ്മുടെ ആ 6 ഇഞ്ച് കഴിച്ച് ബാക്കി എത്രയാണോ നമ്മുടെ ഫുൾ ലെങ്ത്തിൽ കിട്ടണേ അതാണ് ഈ ഒരു പാർട്ടിന് വെക്കേണ്ടത്. ഇത്രയും മനസ്സിലായല്ലോ നിങ്ങൾക്ക്. നമ്മുടെ ഈ ഫുൾ ലെങ്ത്തിന്റെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് ഇവിടുത്തെ വിഡ്ത്ത്, അതായത് നമുക്ക് എത്ര വീതി വേണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു ബാൻഡിന് എത്ര വീതി വേണമെന്ന്. അതിനു വേണ്ടിയിട്ട് നമ്മൾ അളക്കേണ്ടത് ഇപ്പോൾ സീറ്റിന്റെ വിഡ്ത്താണ്. സീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ഹിപ്പിന്റെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടെ താഴത്ത് എടുക്കുക കേട്ടോ. നമ്മൾ ഹിപ്പ് എന്ന് പറയില്ലേ, അപ്പൊ അവിടെ വിരിഞ്ഞ ഭാഗമല്ല, നമ്മുടെ ആ ഒരു ഭാഗം അളവ് എടുത്തിട്ട് അതാണ് നമ്മുടെ സീറ്റ് വരിക. അപ്പൊ എനിക്ക് സീറ്റ് വരുന്നത് 45.5 വരണേ. അപ്പൊ ഈ 45നെ ഫുള്ളായിട്ട് ചുറ്റിയെടുക്കുക കേട്ടോ ടേപ്പ്. അപ്പൊ 45നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് എത്രയാണ്? 11.25 വരിക. ഓക്കെ, 11.25 വരും 4 ഭാഗം. ആ 4 ഭാഗം മാത്രം നമുക്ക് പോരാ, അതിന്റെ കൂടെ ഒരു 1.5 ഇഞ്ച് സീം അലവൻസ് നമ്മൾ എടുക്കണം കേട്ടോ. 1.1 ഇഞ്ച് സീം അലവൻസ് എടുക്കുമ്പോൾ 12.75 അല്ലെങ്കിൽ 2 ഇഞ്ചോ സീം അലവൻസ് കൊടുക്കാം. 1.5 വേണമെന്നില്ല, കൂടെ 2 ആയാലും കുഴപ്പമില്ല. അപ്പൊ 13 ഇഞ്ചായാലും കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ഒരു 2 ഇഞ്ച് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെ, ഇപ്പൊ ഞാൻ ഇവിടെ 1.5 കൊടുത്തിട്ടുള്ളൂ, നിങ്ങൾ 2 ഇഞ്ച് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അപ്പൊ ഇതിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സീറ്റ് ഡിവൈഡഡ് ബൈ 4 അതിന്റെ കൂടെ 1.5 കൂട്ടും. ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു 6 തന്നെയാണ് ഇപ്പുറത്തും വരിക. ദേ ഈ ഒരു ഭാഗത്ത് വരുന്നത് നമ്മൾ 12.25, ഇവിടെയും 12.75 കണ്ടോ. ഈ 2 ഭാഗം 12.75, ഈ 2 ഭാഗം എന്താ വരിക? 8 ഇഞ്ച് കണ്ടോ. 6 ഇഞ്ച് കൂടെ സീം അലവൻസും ഇവിടെയും വരും. അത്ര മനസ്സിലായല്ലോ ഈ ഒരു ഭാഗം. ഇപ്പൊ നമ്മുടെ ഈ ഒരു ഭാഗത്തെ അളവ് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് ഇവിടെ ഈ ചെരിവ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പൊ ഞാനൊരു കണക്ക് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അപ്പോൾ സാധാരണ നോർമലായിട്ട് ഒരാൾക്ക് നമുക്ക് ക്രോച്ചിന്റെ ഭാഗം, അതായത് നമ്മുടെ ആ ഒരു ക്രോച്ചിന്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ പാന്റിന്റെ ഇവിടെ ഈ കെട്ടണ ഭാഗം തൊട്ട് നമ്മൾ നോക്കുമ്പോൾ അളവ് ഞാനത് തുണിയിൽ കാണിച്ചു തരാം കേട്ടോ. അത് എത്ര വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15 ഇഞ്ചാണ് നോർമലായ ഒരാൾക്ക് വേണ്ടത്. മനസ്സിലായോ? 15 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ 15 ഇഞ്ചാണ് നമുക്ക് നോർമൽ ഇവിടെ നിന്ന് തൊട്ട്, അതായത് നമ്മുടെ ഈ കെട്ടുന്ന ഭാഗം തൊട്ട് ഈ ഒരു ഭാഗം നോർമലായ ഒരാൾക്ക് 15 ഇഞ്ച് കൊടുക്കാം. അത് സ്റ്റാൻഡേർഡ് പോലെയാണ് നമ്മൾക്ക് കേട്ടോ, സ്റ്റാൻഡേർഡ് ആണ്. ഇനി തടി കൂടുന്നതിനനുസരിച്ച് വേണമെങ്കിൽ 1 ഇഞ്ച് കൂട്ടി ഇവിടെ കൊടുക്കാം. മനസ്സിലായോ? അപ്പൊ ഈ 15 ഇഞ്ച് ഇവിടെ തൊട്ട് ഈ അറ്റം വരെ 15 ഇഞ്ച് കൊടുക്കാലോ. അത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ ചെയ്യണത് ഈ 15 ഇഞ്ചിനെ നമ്മൾ ഈ ഒരു ബാൻഡില്, ഈ ബാൻഡ് കണ്ടോ, ഈ ബാൻഡില് 6 ഇഞ്ച് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ 15 ഇഞ്ചില് ബാൻഡിൽ നമുക്ക് ഈ ഒരു ഭാഗം 6 ഇഞ്ച് കിട്ടിയിട്ടുണ്ടല്ലോ, സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 6ല് ബാക്കി എത്രയാണ് ഇവിടെ വരിക നോക്കുക. അപ്പൊ 6 ഇഞ്ച് നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ ഒരു ഭാഗത്ത് ഈ 15ന്റെ ബാക്കി എത്രയാണ് വരിക? അപ്പൊ നമ്മൾ ഈ 15 മൈനസ് 6, അപ്പൊ 9 അല്ലേ വരിക നമുക്ക്, അല്ലേ? 9 അല്ലേ വരിക. അപ്പൊ ഈ 9ന്റെ കൂടെ 1 ഇഞ്ച് സീമും കൂടി നമ്മൾ കൊടുക്കട്ടോ. നോർമലായിട്ട് ഒരാൾക്ക് വേണ്ടത് 15 ആണ്. അതില് ബാൻഡിന് 6 കഴിച്ചു, ബാക്കി 9 ഇഞ്ച് ഇവിടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഇതിൽ 15ലെ 6 ഈ ഒരു ബാൻഡിന്റെ ഭാഗത്ത് കഴിച്ചാൽ ബാക്കി വരുന്ന നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള ചെരിവ് 9 ഇഞ്ചാണ്. അത് തന്നെയാണ് ഇവിടെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യന്, അതായത് ഒരു ലേഡിക്ക് നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം 9 ഇഞ്ചായിരിക്കും. മിക്കവാറും എല്ലാവർക്കും 9 ഇഞ്ച് തന്നെയായിരിക്കും. ഇവിടെ 6 ഇഞ്ച്, അതായത് ഒരു 6 ഇഞ്ച് നമ്മൾ ഇവിടെ കൊടുത്തല്ലോ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത്. ഏകദേശം എല്ലാവർക്കും 9 ഇഞ്ച് തന്നെയായിരിക്കും. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ് കൂട്ടി ഇവിടെ നിന്ന് ഇങ്ങോട്ട് 10 ഇഞ്ച് അടയാളപ്പെടുത്തുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 10 ഇഞ്ച് അടയാളപ്പെടുത്തുക. അപ്പൊ ഇതൊക്കെ ഞാൻ തുണിയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കണ്ടോ? അപ്പൊ ഇത് നമുക്കിവിടെ 10 ഇഞ്ചാണ് കണ്ടോ കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിന് വേറൊരു ഫോർമുല ഉണ്ട് ഇത് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ആ ഫോർമുല വെച്ച് ചെയ്യുമ്പോഴും കണക്ക് തന്നെയാണ് സീറ്റിന്റെ ലെങ്ത് കാണാനായിട്ട്. അപ്പൊ നമ്മളിവിടെ കാണേണ്ടത് സീറ്റ് ലെങ്ത് ആണ് കേട്ടോ. സീറ്റിന്റെ ലെങ്ത് കാണാനാണ്. അപ്പൊ അത് സീറ്റിന്റെ ലെങ്ത് കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നും ആലോചിക്കേണ്ട. നമ്മുടെ സീറ്റിന്റെ നേരത്തെ അളവെടുത്തല്ലോ, ചുറ്റി അളവെടുത്തില്ലേ, നമ്മൾ 45 എടുത്തില്ലേ, ആ 45നെ ഇതുപോലെ 45നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ 3 കൊണ്ട് നമുക്ക് എത്രയാണ് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത്? അപ്പൊ അപ്പോഴും നമുക്ക് കിട്ടുന്നത് കണ്ടില്ലേ, 15 ഇഞ്ചാണ് വരിക. മനസ്സിലായോ?
15 ഇഞ്ചാണ് വരിക. അപ്പൊ ഇതാണ് ഒരു അതിന്റെ ഫോർമുല. അതായത് നമുക്ക് എത്രയാണോ സീറ്റ് വിഡ്ത്ത് കിട്ടിയിരിക്കുന്നത്, സീറ്റ് വിഡ്ത്ത് ഡിവൈഡഡ് ബൈ 3, മനസ്സിലായ? ആ 3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. എന്ത് കിട്ടും? ഈ 15 ഇഞ്ച് കിട്ടും കേട്ടോ. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തേണ്ടത്. ഈ 15 ഇഞ്ച് മനസ്സിലായല്ലോ? ഈ 15 ഇഞ്ച് അതിലെ 6 ഇഞ്ച് എന്തിനു കഴിച്ചു? 6 ഇഞ്ച് നമ്മുടെ ഈ ഒരു ബാൻഡിന് പോയി കഴിഞ്ഞാൽ ബാക്കി 9 ഇഞ്ചാണ് നമുക്കിവിടെ വരിക. ഇപ്പൊ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായല്ലോ? മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. ഇനി ഇവിടുന്ന് താഴോട്ട് നമുക്കൊരു അളവുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിവിടെ ഒരു 1.5 ഇഞ്ച് സീം അലവൻസ് ഇവിടെ കൂട്ടണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി ഇവിടെ ഈ ഒരു അറ്റത്ത് അറ്റ ഭാഗത്ത് നമ്മുടെ ആ ഉപ്പൂറ്റിയുടെ ആ ഒരു റൗണ്ട് ഉണ്ടാവും. അപ്പൊ നോർമലായിട്ട് എല്ലാവർക്കും പറഞ്ഞത് ഒരു 7 ഇഞ്ചൊക്കെയാണ് വരിക കേട്ടോ. എല്ലാവർക്കും ഒരു 7 ഇഞ്ച് വരെയൊക്കെ എടുക്കാം. നമ്മൾ ആ കാല് കടത്തുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ഏറ്റവും താഴെ ആ ഒരു ഭാഗത്ത് ഒരു ഓപ്പൺ ഉണ്ടല്ലോ, അതൊരു 7 ഇഞ്ചൊക്കെ എല്ലാവർക്കും വരുള്ളൂ. അതിന്റെ കൂടെ നമ്മളൊരു 1 ഇഞ്ച് സീം അലവൻസ് കൂട്ടാം. അപ്പോൾ ഒരു 8 ഇഞ്ച് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ 1 ഇഞ്ച് നമ്മൾ സീം അലവൻസ് കൊടുത്ത് തയ്ച്ചു വരുമ്പോൾ ഇതുപോലെ തയ്ച്ചു വരിക. നമ്മൾ ഈ ഒരു ഭാഗം ആകുമ്പോൾ മാത്രം 1/2 ഇഞ്ചിലേക്ക് ഇതുപോലെ നമ്മൾ പോവാം. ഇത്രയും മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് നമ്മുടെ പാൻറ്റിന്റെ എന്താ പറയാ ഒരു ഇത് ചെറുതായിട്ട് ഞാൻ കാണിച്ചു തന്നു. ഇനി നമുക്ക് പാൻറ്റിൽ അളവെടുത്തിട്ട് നമുക്ക് ഇതൊക്കെ ഞാൻ എങ്ങനെയാന്ന് പറഞ്ഞുതരാം കേട്ടോ. അത്യാവശ്യം തടിയുള്ളവർക്ക് ഒരു 9 ഇഞ്ച് നമ്മൾ ഈ ഒരു ഭാഗം വെച്ചാൽ മതി കേട്ടോ, ഈ ഒരു ഭാഗം. അപ്പൊ അത് ഞാൻ വീണ്ടും പറയാണ്. അപ്പോൾ ഇനി തടി കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ ഒരു 8 ഇഞ്ചോ അങ്ങനെ 7 ഇഞ്ചൊക്കെ വരെ നമുക്ക് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. നല്ലോണം തടി കുറഞ്ഞവരാണെങ്കിൽ. ഇപ്പൊ തടി അത്യാവശ്യം എനിക്ക് തടി ഉണ്ട്, അതുകൊണ്ട് ഞാനൊരു 9 ഇഞ്ച് എടുത്തു കേട്ടോ. കറക്റ്റ് ആയിട്ട് ഒരു 9 ഇഞ്ച് മതിയാവും. പിന്നെ ബാക്കിയുള്ളത് ഒരു 8 ഇഞ്ച് എടുത്താൽ മതി. ഇപ്പൊ ഇത്തിരി തടി കുറഞ്ഞവരാണെങ്കിൽ ഒരു 8 ഇഞ്ച് ആയാലും കുഴപ്പമില്ല, വലിയ വ്യത്യാസമൊന്നും വരില്ല കേട്ടോ. ഈ ഒരു ഭാഗത്ത് 8 ഇഞ്ച് എടുത്താലും പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ അത് ഞാൻ വീണ്ടും ഒന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതെന്ന് മാത്രം. ഇപ്പോൾ എല്ലാവരും 9 തന്നെ എടുക്കണമെന്നില്ല. ഇപ്പൊ തടി കുറഞ്ഞതിനനുസരിച്ച് ഇത് കുറച്ചെടുക്കാം, അതുപോലെ കൂടുന്നതിനനുസരിച്ച് ഈ ഒരു ഭാഗം 1 ഇഞ്ച് കൂട്ടിയും വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ ഞാൻ പാൻറ് ഇതുപോലെ ഇട്ടു കേട്ടോ. അപ്പൊ നിങ്ങക്ക് ഇത് അതേപോലെ തന്നെയാണ് ഞാൻ ഈ ഒരു ഇതും വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ? ഈ ഒരു പോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു കടലാസം വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബാൻഡ് എന്ന് പറഞ്ഞില്ലേ, കണ്ടില്ലേ? അപ്പൊ ഈ ഒരു ബാൻഡാണ് ഇവിടെ തൊട്ട് ഈ ഒരു ഭാഗം ഇവിടെ തൊട്ട് ഈ ഒരു ഭാഗം വരെ പറഞ്ഞത് കേട്ടോ. ഇനി അടുത്തായിട്ട് ഞാൻ ഇവിടെ ഒരു മെഷർമെന്റ് പറയാൻ ഞാൻ വിട്ടുപോയിട്ടാ, അത് ഞാൻ പെട്ടെന്ന് മറന്നുപോയതാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഈ ബാൻഡിന്റെ അളവ് വെച്ചില്ലേ, ഇവിടെ നമ്മൾ ഇത്രയും 12.7 വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ, ഈ സൈഡുകളിൽ പ്ലീറ്റ്സ് കണ്ടില്ലേ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഇതുപോലെ ഈ ഒരു ഭാഗത്ത് കണ്ട പ്ലീറ്റ്സ് വന്നേക്കണ്ട ഈ ഒരു ഭാഗത്ത്. അപ്പൊ ഈ പ്ലീറ്റ്സ് ഇടാൻ എങ്ങനെയാന്ന്, പ്ലീറ്റ്സ് ഇടുമ്പോൾ ഇവിടെ എത്ര തുണി വെക്കണം, അതായത് ഇത്രയും ഭാഗത്ത് നമുക്ക് എത്ര തുണി വെക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കാനാണ് ഞാനിപ്പോ ഈ ഒരു ഭാഗം പറഞ്ഞു തരുന്നത്. അപ്പൊ ഇതുപോലെ വെക്കുമ്പോൾ കണ്ടില്ലേ ഈ ഭാഗത്ത് നമുക്ക് പ്ലീറ്റ്സ് വരില്ലോ. അപ്പോൾ ഈ പ്ലീറ്റ്സ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര വെക്കണം എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ഇപ്പോൾ ഇവിടെ തൊട്ട് ഈ ഒരു ഭാഗം വരെ സാധാരണ ഒരു നമ്മൾ എടുക്കേണ്ട ഒരു അളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇവിടുന്ന് ഈ ഒരു അറ്റം വരെ നമ്മൾ എടുക്കേണ്ട അളവെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് പേപ്പറിൽ കാണിക്കാൻ പറ്റില്ലല്ലോ, 17 ഇഞ്ചാണ് ഒരു നോർമൽ ഒരാൾക്ക് വേണ്ടത് ഒരു ഭാഗത്ത് അളവ് കേട്ടോ. അതായത് നമ്മളിപ്പോ ഇവിടുന്ന് ഇങ്ങനെ എടുക്കില്ലേ, ഈ ഒരു ഭാഗത്തെ അളവെന്ന് പറഞ്ഞാൽ 17 ഇഞ്ചാണ് നമ്മൾ വേണ്ടത്. ഇതിപ്പോ നമ്മൾ ചുരുക്കി കൊണ്ടിരിക്കല്ലേ, 17 ഇഞ്ച് ലെങ്ത് ഈ ഒരു ഭാഗത്ത് വേണം. അത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചിട്ട് 17 ഇഞ്ച് വരുന്നത് എങ്ങനെയാന്ന് കേട്ടോ. അപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന അളവെന്ന് പറഞ്ഞാൽ 17 ഇഞ്ചാണ് നമുക്ക് വരിക. ഇനി എത്ര വേണമെങ്കിൽ എടുക്കാം. ഇപ്പൊ എനിക്ക് ഇഷ്ടം ഒരു 17 ഒരു 6 പ്ലീറ്റ് എനിക്ക് കിട്ടുള്ളൂ കേട്ടോ. ഒരു ഭാഗത്ത് 6 പ്ലീറ്റ്, ചെറിയ പ്ലീറ്റുകൾ 6 എണ്ണം കിട്ടുള്ളൂ. അപ്പൊ എൻ്റെ കയ്യിൽ തുണി കുറച്ചും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ തുണിയുടെ വീതിക്ക് അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഒരു 3 ഇഞ്ച് കൂട്ടിയിട്ട് വേണമെങ്കിൽ ഒരു 20 ഇഞ്ച് വരെ നമുക്ക് ഈ ലെങ്ത് കൊടുക്കാം. അപ്പൊ ഈ ഒരു ഭാഗം ഞാൻ തുണി കട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാ വരിക എന്നുള്ളത് കേട്ടോ. അപ്പൊ ഞാൻ ഈ പേപ്പറിലാണ് നോക്കിയിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഈ ഒരു ഭാഗം നോർമലായിട്ട് ഇപ്പോൾ തടി കുറഞ്ഞവരൊക്കെ നമ്മൾ എടുക്കേണ്ടത് അത്യാവശ്യം 6 പ്ലീറ്റ് കിട്ടും ചെയ്യും ഒരു ഭാഗത്തേക്ക്. അപ്പൊ അങ്ങനെ കിട്ടേണ്ടത് ഒരു 17 ഇഞ്ച് എടുത്താൽ മതി നിങ്ങൾ. ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 20 ഇഞ്ച് അവിടെ പ്ലേറ്റ്സ് കൂടി വരുന്നുള്ളൂ. ഒരു 3/4 ഇഞ്ച് പ്ലേറ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി വിരിഞ്ഞ് നിൽക്കുന്നു മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇത് കൊടുക്കാട്ടോ. ഇപ്പൊ നമ്മള് ഒരാൾ തയ്ക്കാൻ കൊണ്ടുവരുമ്പോൾ നമ്മൾ എത്രയാണോ വേണം ചോദിക്കുക, അപ്പൊ അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ പ്ലേറ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 3 ഇഞ്ച് കൂട്ടിയിടാം, അല്ലെങ്കിൽ നോർമലായിട്ട് ഒരു 17 ഇഞ്ച് നമ്മൾ കൊടുത്താൽ മതി. അപ്പൊ അതാണ് ഒരു മെയിൻ ആയിട്ടൊരു അളവ് ഞാൻ നേരത്തെ വിട്ടുപോയത് കേട്ടോ. അപ്പൊ ഞാൻ ഇനി അളന്നൊന്ന് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു ഇവിടെ തൊട്ട് ഈ ഒരു ബാൻഡിന്റെ അളവ് ഒരു ബാൻഡില്ലേ, അപ്പൊ അതാണ് നമ്മുടെ ഈ കുർത്തിയില് പാൻറ്റിൽ കാണുന്ന ഈ ഒരു അളവ് കേട്ടോ. ഇതുപോലെ 6 ഇഞ്ച് നമ്മൾ വെച്ചിരിക്കുന്നത് കണ്ടോ.
6 ഇഞ്ചാണ് നമ്മൾ നോർമലായിട്ട് ഒരു പാൻറ്റിന് വേണ്ടു. പക്ഷേ 6 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ ഈ മടക്കി തയ്ക്കാനൊക്കെ നമുക്ക് വരുമല്ലോ, അപ്പോൾ ഒരു 8 ഇഞ്ച് വേണം കേട്ടോ. 6ൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ മടക്കി തയ്ക്കലും ഇവിടെ ജോയിൻ ചെയ്യലൊക്കെ ആയിട്ട് നമുക്കത് നടന്നോളും. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഫുൾ ലെങ്ത് ആണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ ഫുൾ ലെങ്ത് എടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് എടുക്കുക കേട്ടോ. ഈ ഒരു ഭാഗത്ത് നിന്ന് എടുത്ത് നമ്മൾ ഇതുപോലെ എടുത്ത് നമ്മുടെ ഈ കാലിന്റെ ഈ ഒരു ഭാഗം വരെ കേട്ടോ. ഇപ്പൊ ഇതിൽ ഞാൻ കണ്ടില്ലേ, ഇതുപോലെ 42 ഇഞ്ചാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്റെ ഫുൾ ലെങ്ത് വരുന്നത് 42 ഇഞ്ച്. അപ്പോൾ ഈ 42 ഇഞ്ചിൽ നിന്ന് 6 ഇഞ്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഈ ഒരു ഭാഗം നമുക്ക് ഉണ്ടാവുക. കണ്ടോ, ഈ ഒരു ഭാഗത്ത് അളവ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ കണ്ടില്ലേ, 36 ഇഞ്ചാണ് ഇവിടുന്ന് വരുന്നത്. ഇവിടുന്ന് തൊട്ട് ഈ ഒരു ഭാഗം തൊട്ട് ഈ ഒരു ഭാഗം വരെ എനിക്ക് വരുന്ന അളവെന്ന് പറഞ്ഞാൽ 36 ഇഞ്ച്. ബാക്കി ഇവിടെ 6 ഇഞ്ച് വന്നിരിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ആ ലെങ്ത്തിന്റെ കാര്യം മനസ്സിലായല്ലോ. ഇനി ഞാൻ പറഞ്ഞല്ലോ, മൊത്തം നമ്മൾ ക്രോച്ച് എടുക്കാന്ന് പറഞ്ഞില്ലേ, ക്രോച്ചിന്റെ ആ ഒരു ഭാഗം. അപ്പൊ നോർമലായിട്ട് അത്യാവശ്യം തടിയൊക്കെ ഉള്ള ഒരാളുകളാണെങ്കിൽ നമുക്ക് ക്രോച്ചിന്റെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ ഇടുമ്പോൾ ഇതിങ്ങനെ ഒരു ഭാഗമല്ലേ, ഈ ചെരുവിന്റെ ഈ ഒരു ഭാഗം. അപ്പൊ ഇവിടെ തൊട്ട് നമ്മൾ ഏകദേശം എടുക്കേണ്ട ഒരളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാനിതിലൊരു 16 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ഒരു പാൻറ്റിൽ. അപ്പൊ നമ്മൾ 15 എടുത്താലും നമുക്ക് കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനിപ്പോ ഒരു ഇഞ്ച് ഞാൻ കൂട്ടിയെടുത്താണ്, എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എടുത്താണ്. 15 എടുത്താലും മതി കേട്ടോ. അപ്പൊ ഈ 16ല് കണ്ടില്ലേ, 6 ഇഞ്ചിന്റെ ബാക്കി ഇവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി 6 ഇഞ്ച് കഴിച്ച് ബാക്കി വരുന്ന അളവാണ് കേട്ടോ. ഇവിടെ നിന്ന് 6 ഇഞ്ച് കഴിച്ച് ബാക്കി 11 ഇഞ്ച് കണ്ടോ പറഞ്ഞത്. അപ്പോൾ ഇത് മൊത്തം എന്ന് പറയുമ്പോൾ നമുക്ക് 15 ഇഞ്ചാണ് വരിക. ഇതുപോലെ 15 ഇഞ്ച് വരും കേട്ടോ. 15 ഇഞ്ച് വരും. അതിൽ 6 കഴിച്ചാൽ ബാക്കിയുള്ളത് നമ്മുടെ 6 പട്ടയിൽ പോവും, ബാക്കിയുള്ളത് ഇതിൽ കിട്ടും. ഇപ്പൊ മാക്സിമം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഭാഗത്തെ ഒരുവിധ ആളുകളുടെ ഒക്കെ നമുക്ക് ഒരു ക്രോച്ചിന്റെ ഒരു ഏരിയ വരുന്നത് നമ്മുടെ ഇങ്ങനത്തെ പാൻറ്റിൽ ഒരു 15 അല്ലെങ്കിൽ 16 14 ആ ഒരു റേഞ്ചിലായിരിക്കും. 15 ഇതിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ട് പറഞ്ഞത് കേട്ടോ. ഇത്രയും മനസ്സിലായല്ലോ. അപ്പൊ ഈ ഒരു അളവ് മനസ്സിലായി. പിന്നെ നമ്മുടെ ഈ ഉപ്പുറ്റിയുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇത് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ നമ്മൾ ഈ ഒരു ഭാഗത്ത് അളക്കില്ലേ. അപ്പൊ ഞാൻ ഇവിടെ ഈ ഒരു പാൻറ്റിന് ഞാൻ കുറച്ച് ഈ ഒരു പാൻറ്റിന്റെ അളവിലല്ല കേട്ടോ ഞാൻ തയ്ക്കണേ, കുറച്ചൊരു വ്യത്യാസങ്ങൾ വരുത്തിയാണ് ഞാൻ ഇനി അടുത്തത് കട്ട് ചെയ്യാൻ പോണത്. ചെറിയ ലെങ്ത് ഒക്കെ കൂട്ടിട്ടോ. ഇത് ഞാനിപ്പോ ഈ ഒരു ഭാഗം ഇവിടെ 7 ഇഞ്ചാണ് നമ്മൾ ഈ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നത്. 1 ഇഞ്ച് സീം അലവൻസ് ഒരു ഇഞ്ച് 1.5 ഇഞ്ച് ഞാൻ സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ചിന്റെ ആവശ്യമില്ല, അത് ഞാൻ ഇങ്ങനെ കയറ്റിയിട്ടപ്പെടുത്താണ്. ശരിക്കും 1 ഇഞ്ചിന്റെ സീം അലവൻസിന്റെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പൊ ഇതുപോലെ 1 ഇഞ്ച് സീം അലവൻസ് 8 ഇഞ്ച് എടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു കടത്തുന്ന ഭാഗം എല്ലാവർക്കും ഒരുവിധം ഇപ്പൊ ഭയങ്കര തടി കുറഞ്ഞവർ മാത്രം കുറച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ ബാക്കി ഒരു 7 അല്ലെങ്കിൽ 6.5 ഒരു ലെവലിൽ എടുത്താൽ മതി കേട്ടോ. ഇങ്ങനത്തെ പാൻറ്റുകളില്ലേ, സാധാ പാൻറ്. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ഒരു അളവുകൾ എന്തൊക്കെയാന്ന്. ഇപ്പൊ നിങ്ങൾക്ക് അളവ് മനസ്സിലായല്ലോ ഞാൻ എങ്ങനെയാ പറഞ്ഞിരുന്നതും. ഇതാണ് ക്രോച്ചിന്റെ ഏരിയ കേട്ടോ. ഇവിടെ തൊട്ട് ഇത് കറക്റ്റ് ആവണം, അല്ലെങ്കിൽ നമുക്കിവിടെ ഒരു പിടുത്തം വരും കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ മെഷർമെന്റ്. ഇനി നമുക്ക് അടുത്തത് കട്ടിങ്ങിലേക്ക് പോകാം കേട്ടോ. ആ പേപ്പറിലെ കണക്കനുസരിച്ചിട്ട് നമുക്ക് തയ്ക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഫോൾഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ പറയുന്നതിലേറെ. ഇതുപോലെ 4 ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്കൊരു 2.25 മീറ്ററാണ് ഞാൻ ഇതിലെടുത്തിരിക്കുന്നത് കേട്ടോ. 2 മീറ്റർ ആയാലും കുഴപ്പമില്ല, 2.5 ഇത്തിരി കൂടുതലാവും. എന്നാലും നന്നായിട്ട് തയ്ക്കണമെങ്കിൽ 2.5 എടുത്തോട്ടോ നിങ്ങൾ. അപ്പോൾ സംശയിക്കേണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് കേട്ടോ. ഇനി ആ ഓപ്പണായ ഭാഗം ഞാൻ മുകളിലേക്ക് വെച്ചിരിക്കുകയാണ്. അതായത് ഫോൾഡ് ഭാഗം താഴത്തേക്കാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അത് വേറെ ഒന്നിനല്ല, നമുക്കൊരു ഫോൾഡായിട്ടൊരു ഭാഗം കിട്ടാനാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഓപ്പണായ ഭാഗം ഞാൻ വെച്ചിരിക്കണേന്ന്. നമുക്ക് ഓപ്പണായ ഭാഗത്ത് നമുക്ക് തുടങ്ങാം കേട്ടോ. ഞാൻ ഓപ്പണാക്കി വെച്ചിരിക്കുന്നത് അത് കാരണമുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞുതരാം. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് ആ ബാൻഡല്ല നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം അതിൻ്റെ താഴെ കണ്ട ഒരു പീസില്ലേ, നമുക്ക് ആ ഒരു പീസാണ് ചെയ്യേണ്ടത്. അതിന് 38 ഇഞ്ച് ലെങ്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് ആദ്യമായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ 38 ഇഞ്ചാണ് ലെങ്ത് വരിക. ഞാൻ 36 ഇഞ്ച് വേണ്ടു. 2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് കൊടുത്ത് ഇതുപോലെ 38 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി അവിടെ വരച്ചെടുക്കുക കേട്ടോ. താഴേക്ക് കുറച്ച് തുണി ഉണ്ടാവും, അത് നമുക്ക് വേറൊരു ആവശ്യത്തിനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഫോൾഡ് ഭാഗം അങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കേട്ടോ 38 ഇഞ്ച് ലെങ്ത്താണ് നമ്മൾ ഇതിന് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 2 ഇഞ്ച് സീം അലവൻസ്, അതായത് 36ൻ്റെ കൂടെ 2 ഇഞ്ച് 38. ഇനി നമുക്ക് ഈ ഒരു ഭാഗം നമ്മുടെ ആ ഒരു ഭാഗത്ത് കണ്ടില്ലേ, നമുക്ക് ആ പ്ലീറ്റ്സ് കൊടുക്കേണ്ട ഭാഗം. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഒരു ഭാഗം കണ്ടില്ലേ, പേപ്പറിൽ മനസ്സിലായല്ലോ. ആ ഒരു ഭാഗത്ത് നമ്മൾ 17 ഇഞ്ച്, കാരണം നോർമലായിട്ട് ഒരാൾക്ക് 17 ഇഞ്ച് വേണ്ടു. പക്ഷേ ഈ ഒരു തുണിക്ക് ഇത്ര വീതിയുള്ളൂ. അപ്പോൾ 18 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. ചില വീതിയുള്ള തുണിയാണെങ്കിൽ ഒരു 20-21 വരെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഇപ്പോൾ പ്ലീറ്റ്സ് കൂടുതൽ കിട്ടുന്നുള്ളൂ, അല്ലാണ്ട് അവിടെ തെറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അത് അടയാളപ്പെടുത്തി. അതിനുശേഷം താഴേക്ക് നമുക്ക് ക്രോച്ചിൻ്റെ ഒരു ഏരിയ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ നിന്ന് താഴേക്ക് നമുക്ക് 9 ഇഞ്ചാണ്. ഞാൻ പേപ്പറിലെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, 9ൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ് കൂട്ടിയിട്ട് 10 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ബാക്കി ക്രോച്ചിൻ്റെ ഭാഗം നമുക്ക്
നമുക്ക് മുകളിൽ ആ ബാൻഡിൻ്റെ ഒപ്പം വരും. ഇത് നമ്മൾ 9 ഇഞ്ച് നോർമലായിട്ട് ഒരാൾക്ക് എത്രയാണോ വേണ്ടത്. ചിലവരവിടെ അങ്ങനെ ചെരിച്ച് വരയ്ക്കും കേട്ടോ. ഞാനിത് ചെരിച്ച് വരച്ചില്ല. ഇത് സാധാരണ പോലെ തന്നെ ഞാൻ വരച്ചിരിക്കുന്നത്. ഈ ഒരു പാൻറ്റിനെ അങ്ങനെ ചെരിച്ച് വരച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കർവ് ഷേപ്പിൽ വരച്ചില്ലെങ്കിലും. ഇനി നമുക്ക് ഈ ഒരു കാലിൻ്റെ ഭാഗം നോക്കട്ടെ. ആ ഒരു ഭാഗത്ത് നമുക്ക് വട്ടം വരണത് 7 ഇഞ്ച് നോർമലായിട്ട് എല്ലാവർക്കും വരിക. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ് കൂട്ടുക. ഇപ്പോൾ ഇത്തിരി കൂടി വേണമെങ്കിൽ വണ്ണം കുറഞ്ഞവർക്ക് 1 ഇഞ്ച് കുറയ്ക്കാം. ഞാനിപ്പോൾ ഒരു നോർമൽ അളവാണ്, സ്റ്റാൻഡേർഡ് അളവാണ് 7 ഇഞ്ച്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി ഇതുപോലെ സീം അലവൻസ് കൊടുത്ത് ആ സീം അലവൻസിലേക്ക് നമ്മൾ ആ കോർണർ ഭാഗത്ത് നിന്ന് കണ്ടില്ലേ ഇതുപോലെ വരച്ചെടുത്തിട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇനി ഈ ഒരു ഭാഗം നമുക്ക് കിട്ടും. അവിടെയാണ് നമ്മൾ ബാൻഡ് വെട്ടണത് കേട്ടോ. കണ്ട ആ ഒരു ബാൻഡിൽ മുകളിൽ ഏറ്റവും മുകളിലത്തെ പീസ് അത് നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ആ ഫോൾഡ് ഭാഗം വെച്ചിരിക്കുന്നത് നമുക്ക് ആ ഒരു ബാൻഡിന് അവിടെ ഒരു പീസ് മുറിയാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല വലിയൊരു പീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കണ്ട ഞാൻ തുണി ഇങ്ങനെ വെച്ചു കേട്ടോ. ഇനി നമുക്ക് ഈ ബാൻഡ് നോക്കാം. 4ആയിട്ടാണ് കിടക്കണം കേട്ടോ തുണി. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ 4ആയിട്ടാണ് കിടക്കണത്. അപ്പോൾ ആ ഒരു ബാൻഡ് വലിയൊരു പീസ് നമുക്ക് കിട്ടാൻ അധികം ജോയിൻറ്റുകൾ വരാണ്ടായിട്ട് കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും പലതരം രീതിയിലായിരിക്കും ചെയ്യുക. ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബാൻഡിൻ്റെ ഇത് നമുക്ക് നോക്കാം. 6 ഇഞ്ചാണ് നമുക്ക് കിട്ടുക ലാസ്റ്റ്. പക്ഷേ നമ്മൾ 2 ഇഞ്ച് കൂട്ടി 8 ഇഞ്ച് അടയാളപ്പെടുത്തണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കണക്ക്. ഇനി ഇപ്പുറത്തോട്ട് അതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ എൻ്റെ അളവ് 11.25. അതിൻ്റെ കൂടെ 45ൻ്റെ 4 ഭാഗം കേട്ടോ. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടി വരുമ്പോൾ എനിക്ക് 12.25 ആ അളവ് വരിക. ഞാൻ ഇത്തിരി സ്പീഡിൽ പറഞ്ഞു പോകണം, കണക്കൊക്കെ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ എനിക്കിങ്ങനെ കളന്ന് വരുമ്പോൾ 10 ഇഞ്ച് എനിക്ക് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് അപ്പോഴും ഒരു ജോയിൻ്റ് അവിടെ വെക്കേണ്ടി വരും. കണ്ടോ, ആ 10 ഇഞ്ച് എനിക്ക് കിട്ടണുള്ളൂ. 13 ഇഞ്ച് ഏകദേശം വരും, 12.25. അപ്പോൾ ഞാൻ ഒരു 13ആയിട്ട് എടുക്കും. കണ്ടോ, 12.25 വരിക. പക്ഷെ ഞാനെല്ലാം കൂട്ടിയിട്ട് ഒരു 13 ഇഞ്ച്. അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്ന് ചെറിയൊരു പീസ് ജോയിൻ്റ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ആ ഒരു 10 ഇഞ്ച് നമ്മളിവിടുന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം ഒരു ജോയിൻ്റ് വെക്കുക. അപ്പോൾ ഞാൻ ആ 10 ഇഞ്ച് മുറിച്ചത് ആ ഒരു ഭാഗം ഞാൻ മാറ്റി വെച്ചു കേട്ടോ. ഇനി അതേപോലെ തന്നെ 4 പീസുള്ള തുണിയാണ് കേട്ടോ. 4 പീസ് ഉണ്ടാവും, 4 പീസ് വേണം. എന്നിട്ട് നമ്മളിത് ഇതുപോലെ തിരിച്ചു വെച്ചു കേട്ടോ. അപ്പോൾ നമുക്കൊരു 3 ഇഞ്ച് കൂടി വേണമല്ലോ. അപ്പോൾ ഞാൻ ഈ ഭാഗം ഒന്ന് താഴത്തേക്ക് ഇറക്കി വെക്കുകയാണ്. കാരണം ആ ഭാഗം തേരിൻ്റെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ തേര് അവിടെ മടക്കി തയ്ക്കല്ലേ. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം വെക്കുന്നത് തേരിൻ്റെ അല്ല. അപ്പോൾ അവിടെ ഒന്ന് മടക്കി തയ്ക്കണം ഒരു 4 ഇഞ്ചിൽ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒന്ന് ഇറക്കി വെച്ചു ഈ ഒരു ഭാഗം കേട്ടോ. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒപ്പം വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇത് കണ്ടില്ലേ 4 പീസുകളുണ്ട് കേട്ടോ. 4 പീസ് വേണം. അപ്പോൾ ഇതുപോലെ വെച്ചു. ഞാൻ ആ തേരിൻ്റെ ഭാഗം ഞാൻ പറഞ്ഞല്ലോ അവിടെ ഒന്ന് മടക്കി തയ്ക്കാനാണ്. നിങ്ങൾക്കത് തയ്ച്ച് വരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ നമ്മൾ അവിടെ ജോയിൻ്റ് ചെയ്യുമ്പോൾ ഒരു അര ഇഞ്ചിൽ നമ്മൾ തയ്ക്കല്ലോ, അതൊന്ന് അതിന് തുണിയിലേക്ക് കയറ്റിയിട്ടോ. അതിന് ശേഷം ഒരു 3 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുക. 2.25 മതി. ഞാനൊരു എല്ലാം റൗണ്ട് ചെയ്തൊരു 3 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇത്തിരി സ്പീഡിൽ പോകണ വീഡിയോ അല്ലെങ്കിൽ തന്നെ ലെങ്ത് ആയിട്ട് കേട്ടോ. ഇനി ആ ഒരു ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതേ കണ്ടില്ലേ, കട്ട് ചെയ്തു. ഇനി നമ്മളിതിൽ ജോയിൻറ്റ് ചെയ്യേണ്ടതാണ്. ഓരോ ഭാഗത്തും ഓരോ പീസ് വെച്ച് 4 പീസ് ഉണ്ട്. അപ്പോൾ 4 ഭാഗത്തേക്കും ജോയിൻറ്റ് ചെയ്ത് കൊണ്ടുവരാണ്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ജോയിൻറ്റ് എടുത്തത് കേട്ടോ. അത് ഫുള്ളായിട്ട് ജോയിൻ്റ് ആണ്ടോ, അപ്പുറത്തും ഇപ്പുറത്തും ജോയിൻ ചെയ്തു. കണ്ടോ, അപ്പോൾ 2 പീസ് നമുക്ക് കിട്ടി. 2 പീസിൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ജോയിൻ ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായില്ലോ, വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ പറയുന്നതിലേറെ. ഇനി ഒന്ന് മടക്കി വെച്ചിട്ട് അളന്ന് നോക്കുക. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കറക്റ്റ് 13 ഇഞ്ച് തന്നെ ഉണ്ടാവും. നമ്മൾ 13 ഇഞ്ചാണല്ലോ നമുക്ക് വേണ്ടത് അവിടുത്തെ വിഡ്ത്ത് ബാൻഡിന്. എന്നിട്ട് നമ്മൾ അതുപോലെ ഇതിൻ്റെ ഇതുപോലെ നമുക്കിനി തയ്ച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗം ആ ഒരു 2 ബാൻഡുകളും തയ്ച്ചെടുത്തു കേട്ടോ, ഒന്നാക്കി. എന്നിട്ട് ഒന്നാക്കിയിട്ട് ആ വലിയൊരു ലെങ്ത്ത് നമുക്ക് കിട്ടുമല്ലോ. എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഈ ഒരു 2 ഭാഗം മടക്കിയെടുക്കുമ്പോൾ വേണ്ട ബാൻഡ് നമ്മൾ മൊത്തത്തിൽ തയ്ച്ചെടുത്തല്ലോ. തയ്ച്ച് കൊണ്ടുവന്ന് ഇതുപോലെ കിട്ടിയിട്ടാ. ഇതുപോലെ നമുക്ക് കിട്ടി. അതിന് ശേഷം നമ്മൾ അവിടെ ഞാൻ പറഞ്ഞല്ലോ ആ തേരിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് തയ്ക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ കണ്ടില്ല, ആ തേര് ഭാഗം നമ്മൾ ആ വള്ളി ഇടില്ലേ, ചരടിടില്ലേ, അതിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ തയ്ച്ചെടുക്കുക. തയ്ച്ചെടുത്തിട്ട് ഇതുപോലെ വട്ടത്തിൽ വെച്ചിട്ട് നോക്കുക കേട്ടോ. നമുക്കിവിടെ ഒരു 6 ഇഞ്ച് വരുന്നുണ്ടോയെന്ന് കണ്ടോ. 6.5 ഇഞ്ച് കിട്ടുന്നുണ്ട്. 1/2 ഇഞ്ച് അടിയിൽ തയ്ക്കാൻ പോകും കണ്ടോ, ഇങ്ങനെ മടക്കി വയ്ക്കുമ്പോൾ. അപ്പോൾ 6 ഇഞ്ച് കറക്റ്റായില്ലേ നമ്മുടെ ബാൻഡിൻ്റെ. ഇത്തിരി സ്പീഡിലാണ് പോകണം കേട്ടോ. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി എടുക്കുക. ഇതുപോലെ ഞാൻ തയ്ച്ചെടുത്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. മൊത്തം ബാൻഡ് ഇതുപോലെ തയ്ച്ചെടുത്തു. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇത്രയും ഭാഗം നമ്മളൊന്ന് തയ്ച്ചെടുക്കണം കേട്ടോ. ഞാനവിടെ സ്ക്വയറായിട്ടാണ് വരയ്ക്കുന്നത്. അവിടെ സ്ക്വയറായിട്ടല്ല കേട്ടോ, ഒരു വി ഷേപ്പിൽ നിങ്ങൾ തയ്ച്ചെടുക്കണം കേട്ടോ. തയ്ച്ചെടുക്കുമ്പോൾ ഇനി ഇതിൻ്റെ അടിഭാഗം എന്ന് പറയുന്നത് ഞാനൊരു ഒരു ക്യാൻവാസിൻ്റെ ഒരു ചെറിയൊരു പീസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. ഇങ്ങനത്തെ പാൻറ്റുകൾക്കൊക്കെ ഇങ്ങനെയാണല്ലോ വരിക. അപ്പോൾ ഇതുപോലെ ഒരു പീസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇനി അതിലേക്ക് വെച്ചിട്ട് നമ്മളൊന്ന് തയ്ച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ആവശ്യത്തിനുള്ള വീതി നമ്മൾ മുറിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇതില്ലെങ്കിലും ചിലവർ അങ്ങനെ ചെയ്യേണ്ടത് വെക്കുമ്പോൾ ഇത്തിരി ഫിനിഷിങ് കിട്ടും. ഇതുപോലെ വെച്ച് മോളിക്കോടെ ചീത്തപ്പുറത്ത് വെച്ചിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കുക കേട്ടോ. ചീത്തപ്പുറത്ത് വേണം. അറ്റത്തൊന്ന് തയ്ച്ചിട്ട് ആ ഇത് കൂട്ടി തയ്ച്ച് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പം ഇതുപോലെ നമ്മൾ മടക്കി 2 മടക്ക് മടക്കിയിട്ടുണ്ട് ഞാൻ. ഒരു മടക്ക് മടക്കി അതിന് ശേഷം ഒരു മടക്ക് കൂടി മടക്കി ഇതുപോലെ ഒരു 5 തയ്യൽ ഞാൻ ഇതുപോലെ തയ്ച്ചു കൊടുത്തു. കണ്ടോ, നമ്മൾ പാൻറ്റിൻ്റെ അടിഭാഗം കണ്ടല്ലേ, അതുപോലെ തയ്ച്ച് കൊടുത്തു കേട്ടോ.
ഇതേ അതുപോലെ 2 ഭാഗം ഞാൻ തയ്ച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതേ നല്ല പുറങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുക, രണ്ടിൻ്റെയും നല്ല പുറങ്ങൾ ഒരുമിച്ച് വെച്ച് ആ ക്രോച്ചിൻ്റെ ഭാഗം ഉണ്ടല്ലോ, വേണ്ട ആ ക്രോച്ചിൻ്റെ ഭാഗം നമ്മളൊരു 9 ഇഞ്ച് അടയാളപ്പെടുത്തിയത് ആ ഭാഗം നമ്മളൊന്ന് ഇതേ കണ്ടില്ലേ ഇതുപോലെ താഴേക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ. അല്ല സോറി, അടയാളപ്പെടുത്തല്ല, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ 2 ഭാഗം ഇതേ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീഡിയോ ലെങ്ത് ആയതുകൊണ്ടാണ് കേട്ടോ ആ സ്പീഡിൽ പറയേണ്ടത്. എന്നിട്ട് നമ്മളിതേ ഇതുപോലെ ഒന്ന് വിടർത്തി എടുക്കുക. കണ്ടില്ലേ, നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറയുന്നതിലേറെ ഇതിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഞാൻ ചെയ്യണമെന്നുള്ളത്. ഇപ്പം ഞാൻ കണ്ടല്ലോ ആ സെൻറ്ററുകൾ ഒരുമിച്ച് വന്നു. നമ്മുടെ ആ ക്രോച്ചിൻ്റെ സൈഡും കണ്ടോ, ആ ചെരിഞ്ഞ ഭാഗം കറക്റ്റായിട്ട് വന്നില്ലേ ചീത്തപ്പുറം, കണ്ടില്ലേ. ഇപ്പോൾ ഇതേ ഇതുപോലെ വന്നല്ലോ. അപ്പോൾ നമ്മൾ താഴെ നമ്മൾ 7 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയത് 1 ഇഞ്ച് സീം അലവൻസ്, ആ 1 ഇഞ്ച് സീം അലവൻസ് നമ്മൾ മുകളിലേക്ക് കൊണ്ടുവരാം കേട്ടോ. നമ്മുടെ ആ ഒരു ആ പോയിൻ്റ് ഇല്ലേ, ആ ക്രോച്ചിൻ്റെ ആ ഒരു ഭാഗം, ആ കുർത്ത പോയിൻ്റ് അവിടെ എത്തുമ്പോൾ 1/2 ഇഞ്ച് ആവണം. അത് മുകളിലോട്ട് തയ്ച്ച് 1/2 ഇഞ്ചിലേട്ട് കൊണ്ടുവരാം കേട്ടോ. കണ്ടോ, ആ ഒരു ഭാഗത്ത് വന്ന് ദേ നമ്മൾ 1/2 ഇഞ്ചിൽ തയ്ച്ച് പോവുക. ആ 1/2 ഇഞ്ച് കഴിഞ്ഞ് നമ്മൾ താഴോട്ട് ദേ ഇതുപോലെ 1/2 ഇഞ്ചിൽ വന്ന് ദേ താഴോട്ട് എത്തുമ്പോൾ 1 ഇഞ്ചിൽ ഇപ്പുറത്ത് 1 ഇഞ്ച് ആവണം. കണ്ടോ, 1 ഇഞ്ചിലേക്ക് നമ്മൾ വരണം. കാരണം നമ്മൾ ഒരു 7 ഇഞ്ചിൻ്റെ ഇപ്പുറത്ത് 8 ഇഞ്ച് ഇട്ടുണ്ടല്ലോ, 1 ഇഞ്ച് തയ്യലിൽ പോകണം കേട്ടോ. ദേ ഇതുപോലെ 1 ഇഞ്ച് ആവും. ഇപ്പം നിങ്ങൾക്കത് മനസ്സിലായില്ല. അപ്പോൾ ആ ഭാഗം നിങ്ങൾ തയ്ച്ചെടുത്ത് കൊണ്ടുവരട്ടോ. ഞാനതൊന്നും കാണിക്കില്ല കേട്ടോ, ഒരുപാട് സമയമായി. അപ്പോൾ ദേ ഇനി നമ്മുടെ ബാൻഡുകൾ നമ്മളിത് ഇതുപോലെ തയ്ച്ചെടുത്ത് മുകളിലത്തെ ബാൻഡിൻ്റെ ആ ഒരു ഇത് തയ്ച്ചെടുത്ത് കൊണ്ടുവന്നു. ഇനി നമ്മൾ ആ ഒരു ബാൻഡിൻ്റെ സെൻറ്ററും അതുപോലെ ഇതിൻ്റെ സെൻറ്ററും ഒരുമിച്ച് വെച്ച് ചീത്ത പുറത്ത് വെച്ച് തയ്ക്കണം. അപ്പോൾ തയ്ക്കുമ്പോൾ നമ്മൾ അവിടെ പ്ലീറ്റ്സ് ഇടണമല്ലോ. അപ്പോൾ ആ പ്ലീറ്റ്സുകൾ ഒരു ഭാഗത്ത് ഒരു 17 ഇഞ്ച് എടുക്കുകയാണെങ്കിൽ ഒരു ഭാഗത്ത് ഒരു 6 പ്ലീറ്റ് വെച്ച് നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പുറത്തെ ഭാഗത്ത് 6 അപ്പുറത്തെ ഭാഗത്ത് 6 വീതം ഒരു നോർമലായിട്ട് നമുക്ക് കിട്ടും. ഒരു 3/4 ഇഞ്ച് പ്ലീറ്റ് കേട്ടോ. അതുപോലെ ഇപ്പുറത്തെ ഭാഗത്തും നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് ആ ബാൻഡിനോടൊപ്പം വെച്ച് ഒരു സ്പിന്നൊക്കെ കുത്തി കൊടുത്താൽ മതി. എന്നിട്ട് ആ ബാൻഡിനോട് വെച്ച് ജോയിൻ ചെയ്ത് കൊണ്ടുവരണം. മനസ്സിലായോ? അത് ഞാനിത് കാണിക്കില്ല, ഇതേണ്ട. അപ്പോൾ നമുക്ക് ഒപ്പം ഒതുങ്ങി കണ്ട ഇതുപോലെ നമുക്ക് വരും. ഇത്രയേ ഉള്ളൂ കേട്ടോ അതിന് മെയിനായിട്ട് ചെയ്യാനുള്ളത്. ദേ ഞാൻ അതുപോലെ തയ്ച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 6 പ്ലീറ്റേ വെച്ചിട്ടുള്ളൂ. അതേ കണ്ടില്ലേ, എനിക്ക് 17 ഇഞ്ചല്ലേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഇതിലധികം കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം പ്ലീറ്റ്സ് കിട്ടും കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ദേ ഇതിപ്പോൾ തയ്ച്ചെടുത്ത് കൊണ്ടുവന്നു. കണ്ടില്ലേ, ഇതിൻ്റെ ഫ്രണ്ടും ബാക്കൊക്കെ കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിലൊരു നാട അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് നമുക്കത് ഇടാട്ടോ. അതെ ഇതിൻ്റെ അടിഭാഗം കണ്ടില്ലേ ഞാൻ തയ്ച്ച് ഇതേ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നോക്കുക. ഞാൻ ഈ പറഞ്ഞത് പെർഫെക്റ്റ് മെത്തേഡിൽ കൂടെയാണ് ചെയ്യുന്നത്. ചില വ്യത്യാസങ്ങളുണ്ടാവും, എന്നാലും നിങ്ങളതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. പറയാത്തവർക്കൊക്കെ ഇത് ചെയ്ത് നോക്കാം. വളരെ സിമ്പിളാണ്. ഈ പാൻറ്റ് ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. കണ്ടോ, അപ്പോൾ ഇത് വളരെ ഈസിയാണ് ഇത് ഇടാൻ, ഇപ്പോൾ ചൂടുകാലത്തൊക്കെ ഇടാനായിട്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയോളൂ. എന്നിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നെ.